കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസത്തെ സ്റ്റൈപ്പൻഡ് നൽകാത്തതിലാണ് പ്രതിഷേധം. സ്റ്റൈപ്പൻഡ് അനുവദിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഷബീർ അമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഇത്തരത്തിൽ ആവശ്യങ്ങൾ പൂർണ്ണമാകുന്നതുവരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണോ നിലവിൽ ഡോക്ടർമാരുടെ നിലപാട്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ സ്റ്റൈപ്പൻഡ് അനുവദിച്ചിട്ടില്ല, അതായത് ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് നൽകിയിട്ടില്ല. ഇതിലാണ് PG ഡോക്ടർമാരുടെ പ്രതിഷേധം. OP അടക്കം ബഹിഷ്കരിച്ചാണ്. അവശ്യ സേവനങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് 700-ലധികം PG ഡോക്ടർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കുന്നത്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നാണ് ഇവരുടെ നിലപാട്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഈ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ എത്തിച്ചത്? ഇത് പെട്ടെന്നുണ്ടായ സമരമല്ല. നമ്മൾ നിരന്തരമായ ചർച്ച നടത്തിയിട്ടും അതിലൊരു നമുക്ക് വാഗ്ദാനങ്ങളല്ലാതെ അതൊന്നും പാലിക്കപ്പെടാത്തതുകൊണ്ടുണ്ടായ ഒരു സമരമാണ്. നമ്മൾ 10-ാം തീയതി മുതൽ അതിനുള്ള പ്രോഗ്രസ് നോക്കുന്നുണ്ട്. 10-ആയി, 12-ആയി, 14-ആയി. ഇന്നലെയും കൂടി ഞങ്ങൾ സമരം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾ ഇന്നലെയും കൂടി ഒരു ദിവസം നോക്കി, എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗതികേടിന്റെ സമരം സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. ഇതെന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് കോഴിക്കോട് മാത്രം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് PG ഡോക്ടർമാർ എത്തപ്പെടുന്നത്? മറ്റ് ജില്ലകളിൽ കൊടുത്തു കഴിഞ്ഞു? മറ്റ് ജില്ലയിൽ കൊടുത്തു കഴിഞ്ഞെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇത് എന്തുകൊണ്ട് നമുക്ക് മാത്രം, ഇത് ഇവിടുത്തെ പ്രശ്നമാണോ അതോ ഇനി മേളിത്തെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇവരോട് ചോദിക്കുമ്പോൾ ഇവിടുന്ന് സമയത്ത് ലെറ്ററുകളെല്ലാം മൂവ് ഫോർവേഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ചോദിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടാനുണ്ടാ താമസം. എവിടെയായാലും പ്രശ്നം എവിടെയായാലും നമുക്ക് കിട്ടേണ്ട സ്റ്റൈപ്പൻഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് ആരാണോ അതിന് ബന്ധപ്പെടേണ്ട ആൾക്കാർ അവരതിനുള്ള കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ പ്രിൻസിപ്പളാണ് ഇതിന്റെ അധികാരി. നിങ്ങൾ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചത്, അവരുടെ മറുപടി എന്താണ്? പ്രിൻസിപ്പളുമായിട്ട് നമ്മൾ 6-ാം തീയതി മുതൽ സംസാരമുണ്ട്. 10-ാം തീയതി സംസാരിച്ചു, 14-ാം തീയതി സംസാരിച്ചു, ഇന്നലെയും കൂടി സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറയുന്നത് ഇവിടുന്ന് കൃത്യസമയത്തുകൾ പേപ്പറുകൾ എവിടെയൊക്കെ പോകണോ അവിടെ പോയിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ 14-ാം തീയതി സൂചന ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അതിന്റെ പേരിൽ തിങ്കളാഴ്ച മുതൽ സമരം എന്നുള്ള ലെറ്റർ അടക്കം വെച്ചാണ് DME അടക്കം പോയേക്കുന്നത്. എന്നിട്ടും അവിടുന്ന് ഒരു മറുപടി, കൃത്യമായ മറുപടി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സമരത്തിലേക്ക് പോകാൻ. ഇപ്പോൾ ഈ എമർജൻസി വിഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് സമരം. ഇത് അനുവദിച്ചില്ലെങ്കിൽ, ഈ സ്റ്റൈപ്പൻഡ് നൽകിയിട്ടില്ലെങ്കിൽ മൊത്തം വ്യാപിക്കാനാണ് നമ്മൾ അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇപ്പം ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് കഴിവതും എമർജൻസി വിഭാഗങ്ങളും ലേബർ റൂം അടക്കം റൺ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ജനങ്ങളോടൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് അത് ഇപ്പം നിർത്തി. പക്ഷേ ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അതും കൂടി ഒഴിവാക്കി സമരത്തിന് ഇറങ്ങേണ്ട ഒരു ഇതിലേക്ക് നമ്മളെത്തും. എന്തായാലും തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ അവരുടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റൈപ്പൻഡ് കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് മാർച്ച് അവസാനിക്കാറായിട്ടും